യെസ്, സെലബിയുടെ സാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. തുർക്കിയോട് ഗോ ബാക്ക് പറയുന്ന ഒരു സമീപനം ഇവിടുത്തെ പല കമ്പനികളും സ്വീകരിച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് തുർക്കി സ്ഥാപനങ്ങളുമായുള്ള നാവിക പദ്ധതികളുടെ കരാറുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഗോവയിലുള്ള ഗോവ വില്ലാസ് തുർക്കി പൗരന്മാർക്ക് താമസ സൗകര്യം നൽകില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഇക്സിഗോ ചൈന, തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്ര, ഹോട്ടൽ ബുക്കിങ്ങുകൾ പൂർണ്ണമായും നിർത്തലാക്കി. പിക്ക് യുവർ ട്രെയിലും തുർക്കി, അസർബൈജാൻ രാജ്യങ്ങളിലേക്കുള്ള ബുക്കിങ്ങുകൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇനി വേണ്ടത് സെലബിയെ ഇവിടെ നിന്ന് നാട് കടത്തുക, അല്ലേ? അതല്ലേ വേണ്ടത്? എനിക്ക് അതിനകത്ത് ഒരു നബീർക്ക് ഒരു അർജൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കിക്ക് ഇന്ത്യയോട് ശത്രുത ഉണ്ടാവാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, തുർക്കി മതപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് അസർബൈജാനോടും പാകിസ്ഥാനോടും ഉണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം. അത് നമ്മളിപ്പോ ഞാൻ വർഗീയതയല്ല പറയുന്നത്, ഇറ്റ്സ് എ ഗ്ലോബൽ ഫാക്ട്, ഗ്ലോബലി ആക്സെപ്റ്റഡ് ഫാക്ട് ആണ്. രണ്ടാമത്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഇത്രയും തീവ്രമായ കോൺഫ്ലിക്റ്റ്, കാരണം തുർക്കിയും പാകിസ്ഥാനും എന്താ പറയാ ചഡി ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്ന, ചഡി ദോസ്ത് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിലാണ്. അവരത്രയും ക്ലോസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അസർബൈജാനും അർമേനിയയും തമ്മിൽ അതിഭയങ്കരമായി യുദ്ധം നടക്കുന്നുണ്ട്. ഇതില് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിയും പാകിസ്ഥാനുമാണ്. ഈ അർമേനിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയാണ് മുൻപേ. പക്ഷെ അത് കഴിഞ്ഞ് എവിടെയോ ഡീലില് അർമേനിയയും റഷ്യയും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അർമേനിയനെ മിലിറ്ററി എക്യുപ്മെന്റ്സ് കൊടുത്ത് കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാണ്. നമ്മുടെ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റംസ് കൊടുത്തു. ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആണ്. അതായത് അമേരിക്കയുടെ ഹൈമാറിനോട് കിടപിടിക്കുന്ന ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് പിനാക്ക. അതുപോലെ നമ്മുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊടുത്തു. അവരിപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ത്രോ അവേ പ്രൈസിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണെങ്കിലും ഒരു കുറച്ച് ബാലിസ്റ്റിക് മിസൈലും കൂടെ കൊടുത്താലും നഷ്ടമില്ല എന്നാണ് പറയുന്നത്. കാരണം ഏതായാലും ടർക്കി നമ്മളോട് ശത്രുത 2 കാരണം കൊണ്ട്, പാകിസ്ഥാൻ വഴിയും ഈ അർമേനിയ വഴിയും ശത്രുത എടുത്തിരിക്കുന്നത്. അപ്പൊ അവർ ഈ പറഞ്ഞ നാശകോടാലി എല്ലാം ഉണ്ടാക്കിയപ്പോ ഇവർ രണ്ടുപേരും ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സകല റിസ്കും അതിന്റെ മാക്സിമത്തിൽ അവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമുക്കൊരു സജഷനും കൂടി കൊടുക്കാം. നമുക്ക് ഇത് ആരൊക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനും പറ്റും. കാരണം ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് സെലബീനെ മാറ്റുമ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് വാട്ട് നോ, ക്ലീനിങ് സ്റ്റാഫിനെ അയക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫിനെ അയക്കുന്നവർക്ക് എന്തും ഏറ്റവും ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടും ഏറ്റവും അറിയാണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അതാ. അത് നാളെ ഇപ്പൊ ഈ ഇമ്മീഡിയറ്റ് എഫക്റ്റില് ക്ലീനിങ് ഓഫ് ദ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് കൊടുക്കണം. അത് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് തിങ് ദേ വിൽ തകിടം മറിച്ചിട്ട് അവര് പോകും. അല്ല, അപ്പൊ അങ്ങനെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. തീർച്ചയായും സെക്യൂരിറ്റി ബ്രീച്ചിന് വേറൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ നമ്മള് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് പെഗാസസ് പോലെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ സാധനം ഒരു പേപ്പറിൽ ഒരു നോട്ട് എഴുതി ഒരു സീറ്റിന്റെ ബാക്ക് കവറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന നമ്പറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ക്ലീൻ ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി എയർക്രാഫ്റ്റ് ചെക്ക് ചെയ്യും. ക്ലീനിങ് സ്റ്റാഫിനെ മുഴുവൻ അവിടെ നിർത്തിയിട്ട് സെക്യൂരിറ്റി സ്റ്റാഫ് ചെക്ക് ചെയ്യും. ആ സെക്യൂരിറ്റി സ്റ്റാഫ് എയർ ഇന്ത്യന്റെ സെക്യൂരിറ്റി ആവണം ഇനി തൊട്ട് ചെയ്യണത്. എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും സാധനം ഇവര് ക്ലീനേഴ്സ് കൊണ്ടുവച്ചോ, ഇതൊക്കെ സെലബീന്റെ ക്ലീനേഴ്സ് ആണ്. അവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നത് ഇപ്പൊ ആ പുല്ലില് ടാർമാർക്കിൽ കൊണ്ട് കളയാന്, ക്ലീനിങ് ചെയ്തിട്ട് കൊണ്ട് കളയുന്ന പേപ്പേഴ്സിന്റെ കൂടെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് സാധനങ്ങൾ അവിടെ ഇതാക്കുന്നുണ്ട്. ഗോൾഡ് വരെ കിട്ടിയില്ല കോഴിക്കോട് എയർപോർട്ടിൽ. ഞാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് മതി. ശരിക്കും പറഞ്ഞ നമ്മളുടെ ശത്രുവല്ല പാകിസ്ഥാൻ. നമ്മളുടെ ശത്രുസ്ഥാനത്ത് നിർത്താൻ യോഗ്യതയൊന്നുമില്ല പാകിസ്ഥാൻ. പക്ഷേ ശത്രുസ്ഥാനത്ത് നിർത്താൻ യോഗ്യതയുള്ള ഒരേ ഒരു രാജ്യം തുർക്കിയാണ്. നമ്മൾ പാല് കൊടുത്ത് വളർത്തിയിരുന്ന പാമ്പാണ് നമ്മളെ കൊത്താൻ വരുന്നത് പാകിസ്ഥാൻ കൂടെ. ഇത് മാത്രമാണ് എന്റെ വിനീതമായ ഒരു അപേക്ഷ. ഇന്ന് തന്നെ നിർത്തിയാൽ അത്രയും നല്ലത്.